ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇടാൻ പോകുന്നൊരു വീഡിയോ 4 ഉണക്കയില വെള്ളത്തിൽ ഇട്ട് ഉപ്പ് ഏകദേശം കളഞ്ഞ് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. 4 ഉണക്കയില വെച്ചുള്ള തേങ്ങ അരച്ച് കറിയാണ്. അതിന് വേണ്ട ഐറ്റങ്ങൾ: 4 ഉണക്കയില, മാങ്ങ, ഒരു 2 പൂള് മാങ്ങ നീളത്തിലരിഞ്ഞത്, ചേമ്പും വിത്ത്, ഒരു നല്ല ഏകദേശം ഉടുത്ത ഒരു ചേമ്പും വിത്താണ് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്നത്, ഒരു ചെറിയൊരു ഏത്തയ്ക്ക നീളത്തിലരിഞ്ഞത്, ഒരു ആവശ്യത്തിന് കൊടമ്പുളി, ഇത്രയും കൊടമ്പുളി എടുത്ത് വെച്ചെന്നേ ഉള്ളൂ, ആവശ്യത്തിന് നമ്മൾ ഇട്ടാൽ മതി പുളിക്കനുസരിച്ച്, ചെറിയ ഉള്ളി പൊളിച്ച് അരിഞ്ഞത്, ഒരു 2 പൂള് തേങ്ങാക്കൊത്ത് അരിഞ്ഞത്, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, സ്വല്പം വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, ഒരു 4 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ നമുക്ക് ആവശ്യമായ കൂട്ടുകൾ: വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, സാദാ മുളക് പൊടി, മല്ലിപ്പൊടി ആവശ്യത്തിന്, ഉലുവാപ്പൊടി ആവശ്യത്തിന്. ഈ 2 വെട്ടി റെഡിയാക്കിക്കൊണ്ട് വരാവേ. വൃത്തിയായി വെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു തേങ്ങ തിരുമ്മിയത് അരയ്ക്കാൻ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിപ്പോൾ അരച്ചുകൊണ്ട് വരും. നമ്മൾ സ്റ്റൗ കത്തിച്ച് ആദ്യം ഏത്തക്ക നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്, ചേമ്പും വിത്ത് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുന്നു, 2 പച്ചമുളക് അരിഞ്ഞത് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക, ഇഞ്ചി നീളത്തിലരിഞ്ഞതും വെളുത്തുള്ളി കൂടെ. നമുക്ക് തേങ്ങാക്കൊത്ത് ലാസ്റ്റ് ഒന്ന് കടുക് വറക്കുന്ന കൂട്ടത്തിൽ ഒന്ന് മൂപ്പിച്ച് എടുത്തു കൊടുക്കുക. 2 ചെറിയ ഉള്ളി കുറച്ചേ ഇടുന്നുള്ളൂ, ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇത്രയും സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാങ്ങ കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം, വേകാനുള്ള വെള്ളം. നമ്മൾ ആദ്യം ആ ഏത്തയ്ക്കായും കൂടെ ഒന്ന് വെന്തിട്ട് വേണം, ഒരു അര വേവ് വെന്തിട്ട് വേണം നമ്മൾ മീൻ്റെ കഷ്ണം കൂടെ ഇട്ട് കൊടുക്കുക. നിറക്കെ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുകയാണ്. അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, തുള്ളി ഉലുവാപ്പൊടി, പച്ചമീനിന് ചേർക്കുന്ന പോലെ തന്നെ ഞാനും ഉലുവാപ്പൊടി തുള്ളി ഏത് ഉണക്കമീൻ കറി വെച്ചാലും ചേർക്കും. ഒരു 2 സ്പൂണിന് ടേബിൾ സ്പൂണിന് മല്ലിപ്പൊടി, 1 സ്പൂണ് സാദാ മുളക് പൊടി, ഉപ്പ്. ഉണക്കമീനിന് ഏകദേശം ഉപ്പ് കാണും, നമുക്ക് ലാസ്റ്റ് കറി വെന്ത് കഴിഞ്ഞ് ഉപ്പ് പാകത്തിന് ഇടാം. അതൊന്ന് ഞാൻ ആ ഏത്തയ്ക്ക, ചേമ്പും വിത്ത്, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി എല്ലാം കൂടെ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ഇത്ര ഐറ്റം ചേർത്ത് ഒന്ന് അടുപ്പത്ത് വെച്ചേക്കുകയാണ്. നമുക്ക് അതിനകത്തോട്ട് ഇടാനുള്ള കൊടമ്പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചേമ്പും വിത്തും ഏത്തക്കായി ഒന്ന് തിളച്ച് വേവായിട്ട് നമുക്ക് പുളി ഇടാം. നേരത്തെ പുളി ഇട്ടാൽ കഷ്ണങ്ങൾ വേകാൻ താമസം വരും, അതുകൊണ്ട് ഒന്ന് അടച്ചിരുന്ന് വെന്തോട്ടെ. കഷ്ണങ്ങളെല്ലാം അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ്. അന്നത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ കല്യാണം കഴിച്ച് വന്ന ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ അമ്മ ഉണ്ടായിരുന്നപ്പോൾ ഇതുപോലെ ഉണക്കായല, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് ഉണക്കയില.
ഞാൻ കല്യാണം കഴിച്ച് വന്ന ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മ എന്നും മിക്കവാറും ഈ തേങ്ങാക്കൊത്തിട്ട് ഉണക്കായല കറി വെച്ച് ഞങ്ങൾക്ക് തരുമായിരുന്നു. അതൊക്കെ അന്നൊക്കെ ഇല്ലാഴിയ കാലമല്ലേ, അന്നൊക്കെ വീട്ടിൽ അംഗങ്ങൾ ഒത്തിരിയുള്ള കുടുംബമൊക്കെ ആയിരിക്കും. അന്ന് ഞങ്ങളുടെ വീട്ടിൽ 8-9 അംഗങ്ങളുണ്ട് താനും കേട്ടോ. നേരത്തെ ഞങ്ങൾക്ക് എന്നാ വെച്ചാലും നല്ല ടേസ്റ്റായിട്ട് തോന്നും, എന്നാ കൂട്ടിയാലും നല്ല രുചിയായിട്ട് തോന്നും ഇല്ലാഴിയ കാലത്തൊക്കെ. അമ്മ ഇതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് പച്ചത്തേങ്ങ അരച്ച് നല്ല സൂപ്പറായിട്ട് ഉണക്കയിലൊക്കെ കറി വെച്ച് തരും. അമ്മയ്ക്ക് ഇഷ്ടമുള്ള കറിയാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ. അതുപോലെ അതുകൊണ്ട് നമ്മുടെ ആ ഉണക്കയിലത് കഷ്ണങ്ങൾ വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തോട്ടൊരു അരമുക്കാ വേവ് നോക്കാം നമുക്ക് എന്തോന്ന്. ഏത്തയ്ക്ക ഒരു അര വേവായിട്ടുണ്ട്. നമുക്ക് ചേമ്പും വിത്ത് വെന്തോന്ന് നോക്കാം. ചേമ്പും വിത്ത് ഏകദേശം വേവായിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് വെന്തോട്ടെ. വെന്തില്ലെങ്കിൽ ചിലപ്പം ചേമ്പും വിത്തൊക്കെ നല്ലപോലെ വെന്തില്ലേ ചൊറിയും. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ചേമ്പും വിത്തും കൂടെ ഒന്ന് വെന്തോട്ടെ. ഉണക്കായല വൃത്തിയായിട്ട് വെച്ച് ഉണക്കായല കഷ്ണിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ 2 കുടംപുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ 2 കഷ്ണം അതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. മാങ്ങ ഇട്ടിട്ടുണ്ട്. 2 പൂള് മാങ്ങായ ഇട്ടിട്ടുള്ളൂ. 2 കഷ്ണം കുടംപുളി കൂടെ ഇട്ട് കൊടുക്കും. പിന്നെ ഉണക്കായലൊക്കെ പുളി ഇടുമ്പോൾ നമുക്ക് ഇച്ചിരി കുറഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലത്. പുളി കൂടിപ്പോയാൽ കൂട്ടാൻ പ്രയാസമായിരിക്കും. ഉണക്കമീൻ ഏത് ഉണക്കമീൻ കറി വെച്ചാലും പുളി കുറച്ച് ചേർക്കണം. മാങ്ങ ഇടുമ്പം ജസ്റ്റ് 2 കഷ്ണം കുടംപുളി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾക്ക് ഉണക്കമീനിന് പുളി കുറവാണ് ഇഷ്ടം. അതും കൂടെ ഒന്ന് ചേർത്തോട്ടെ. കൊത്തുകൂടെ അതിനകത്തോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നിച്ചൊന്ന് വെന്തോട്ടെ. വെന്ത് കഴിഞ്ഞ് നമുക്ക് ഒരു തേങ്ങ നല്ല നെയ്യ് പോലെ അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് വെന്ത് കഴിയുമ്പോൾ ലാസ്റ്റ് തേങ്ങ അരപ്പ് ചേർത്ത് നമ്മുടെ ഉണക്കയിലെ മാങ്ങായും ചേമ്പും വിത്തും ഏത്തക്കായും കൂടെ ഇട്ടുള്ള തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ടുള്ള കഷ്ണങ്ങൾ വെന്ത് പരുവമായിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഈ ഒരു തേങ്ങ തിരുമ്മി നെയ്യ് പോലെ അരച്ച് വെച്ചതാണ്. അത് നമ്മൾ ആ തേങ്ങ അരച്ചത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഇച്ചിരി കൊഴുപ്പിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ചാറ് വേണമല്ലോ ചോറിനകത്ത് ഒഴിച്ച് കഴിക്കണമെങ്കിൽ നമുക്ക് മീൻ കറിക്ക് ചാറ് വേണ്ടതായിട്ടുണ്ട്. ശകലം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് നല്ല കൊഴുപ്പ് പരുവത്തിൽ നല്ല ചെറിയൊരു യെല്ലോ കളറിൽ അല്ല നമ്മുടെ മീൻ കറി. നമ്മുടെ ഉണക്കായലയും മാങ്ങായും ചേമ്പും വിത്തും ഏത്തക്കായും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ടുള്ള സൂപ്പർ ചാറുകറി റെഡിയായി. ഇത് ഉപ്പുണ്ടോ നോക്കാതെ. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. നമ്മൾ ശകലം ഉണക്കമീനായതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉപ്പ് ചേർക്കാഞ്ഞത്. ഉപ്പ് പോരെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെ ആദ്യം ഉപ്പ് ചേർത്ത് കഴിയുമ്പം ഉണക്കമീൻ്റെ ഉപ്പും കൂടെ ആകുമ്പോഴത്തേക്ക് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അത് ഈ പ്രഷറും ഒക്കെ ഉള്ളവർക്ക് ഉപ്പ് മെയിൻ്റെനൻസ് ചെയ്ത് കറി വെച്ചില്ലെങ്കിൽ അത് പ്രശ്നമാകും. എൻ്റെ ചേട്ടന് അതുപോലെ പ്രഷർ ഹൈ ആയപ്പോഴാണ് അതുപോലൊരു സ്ട്രോക്ക് സംഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഉപ്പൊക്കെ കറിക്ക് ചേർക്കുന്നത് ഏറ്റവും ശ്രദ്ധിച്ച് ചേർക്കുക. കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കറി
ഉപ്പുണ്ട് നോക്കാം. ഉപ്പ് പാകത്തിനാണ്. തേങ്ങ ചേർത്ത് കഴിഞ്ഞ് ഒത്തിരി തിള വരാൻ കാത്തു നിൽക്കേണ്ട. നേരത്തേക്ക് ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് വാങ്ങി വെക്കാം. അത് വാങ്ങി വെക്കുകയാണ്. അടുത്ത ഘട്ടം നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് കടുക് വറുക്കാനായിട്ടുള്ള ഫ്രൈ പാൻ വെച്ചു. അതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് തിളയ്ക്കുമ്പോഴത്തെ ഇത് കണ്ടോ, നമ്മുടെ കറി വാങ്ങി വെച്ചിട്ടും കണ്ടോ തിള കണ്ടോ നിന്നില്ല, കണ്ടോ തിളച്ചുകൊണ്ടിരിക്കുക. എണ്ണ നമ്മുടെ ചൂടായി വരുന്നുണ്ട്. അതിനകത്തോട്ട് കടുക്, ഉലുവ, അത് മൂത്ത് വരുമ്പോഴേക്ക് നമ്മുടെ വറ്റൽമുളക്, ഉള്ളി വട്ടത്തിലരിഞ്ഞ് ചെറിയ ഉള്ളി, കറിവേപ്പില, കുറച്ച് ഉണക്കമീൻ കറിയൊക്കെ നല്ലപോലെ ഇതുപോലെ കടുവൊക്കെ വറുത്ത് മൂപ്പിച്ചിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓഫാക്കുകയാണ്. ഉള്ളിന് വേണ്ടി നമ്മൾ തുള്ളി മഞ്ഞൾപ്പൊടി, ഒരു സ്വല്പം മുളക് പൊടി, നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിയുടെ പൊക്കത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നാൽ നമ്മുടെ സൂപ്പർ ഉണക്കയില തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ചേമ്പും വിത്തും ഏത്തക്ക പച്ചേത്തക്കയും കൂടെയുള്ള സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങളിങ്ങനെയൊക്കെ വെച്ച് നോക്കണം. ഒന്ന് രുചിച്ച് കാണിക്കാവേ. സൂപ്പർ ടേസ്റ്റ്. അതിൻ്റെ ചാറിന് തന്നെ നല്ല രുചിയാണ്, ടേസ്റ്റാണ്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീട്ടിൽ കറി വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ.